ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ചെറിയ രീതിയിലൊരു ക്ലീനിങ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ രാവിലെ എണീച്ച പാടും വാഷ്റൂമിൽ പോകുന്നതിന് മുമ്പ് ജീരകവെള്ളം ബോയിലാക്കാൻ വെക്കലാണ് കേട്ടോ. ഞാനിപ്പോൾ അധികം ഇങ്ങനെ ജീരകവെള്ളം ബോയിലാക്കി വെക്കലുണ്ട് കേട്ടോ. കാരണം ജീരകവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഗ്യാസ് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ വാഷ്റൂമിലൊക്കെ പോയി വന്ന് ജീരകവെള്ളമൊക്കെ കുടിച്ച് ഇപ്പോൾ ഇതാ കുട്ടികൾക്ക് ഞാൻ ബർഗർ ഉണ്ടാക്കി വെക്കലാണ്. ബർഗർ ഞാനിപ്പോൾ ബണ്ണിലല്ല കേട്ടോ ചെയ്യുന്നത്, ബ്രെഡിലാണ്. ഒരു സാൻഡ്വിച്ച് പോലെയൊക്കെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചീസെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചീസ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. ചീസ് ഒന്നേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനത് ഒന്ന് ഫസ്റ്റ് വെച്ച് നോക്കി. വെച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് വേറെ ചീസ് ഇല്ലാന്ന്. പിന്നെ ഞാനത് വീണ്ടും എടുത്തിട്ട് പീസാക്കിയിട്ടാണ് രണ്ടാൾക്കും കൂടി വെച്ച് കൊടുത്തത്. അങ്ങനെ ബർഗറൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. ഇതിപ്പോൾ ഉമ്മ നെയ്പ്പത്തിലും ചിക്കൻ കറി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചായയും കൂടെ ആക്കി കുടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ പിള്ളേർക്ക് ബർഗറെല്ലാം കൊടുത്തതിന് ശേഷം ഞാനിതാ ഈ ബോർഡ് കണ്ടോ, ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇത് പെട്ടെന്ന് പൂപ്പൽ പിടിക്കുന്നുണ്ട് കേട്ടോ. ഈ വുഡ് ഐറ്റംസ് ഒക്കെ ഇല്ലേ, ഇത് നമ്മളെ കാലാവസ്ഥക്ക് തീരെ പറ്റുന്നില്ല, വേഗം പൂപ്പൽ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ UAE നിന്നൊക്കെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എത്ര വെച്ചാലും ഇങ്ങനെ പൂപ്പലൊന്നും കിട്ടൂല. അഥവാ ഇപ്പോൾ വെള്ളമൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ ജസ്റ്റ് കീറി വരുന്നേ ഉള്ളൂ. അത് നമ്മൾ വുഡ് ഓയിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്നിട്ട് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഇത് പൂപ്പൽ കിട്ടാതിരിക്കാൻ എന്താ വേണ്ടതെന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അതിൽ ഒന്നെങ്കിൽ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ വുഡ് ഓയിൽ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാനാണ് കാണിക്കുന്നത്. പക്ഷേ ഞാനിത് ഇപ്പോൾ ഒലീവ് ഓയിൽ മാത്രം വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് വുഡ് ഓയിലില്ല. അപ്പോൾ ആദ്യം ഞാൻ ഒരു ക്ലീനിങ് ടവൽ എടുത്തിട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് ഈ പൂപ്പലൊക്കെ ഒന്ന് തുടച്ച് കളയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ടവൽ വീണ്ടും ഒന്ന് കഴുകിയെടുത്തിട്ട് അതിൽ ഞാൻ ഒലീവ് ഓയിൽ ആക്കിയിട്ടാണ് പിന്നെ വീണ്ടും അതിലൊന്ന് തേച്ച് കൊടുക്കുന്നത്. ഒലീവ് ഓയിൽ നല്ലോണം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്ന് ഡ്രൈ ആക്കി വെച്ചിട്ട് പിന്നെ അത് നമുക്ക് വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് എഡിറ്റ് ചെയ്യുന്നത്. ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഇത് വീണ്ടും പൂപ്പൽ വന്നിട്ടുണ്ടായിന് കേട്ടോ. ഒരു 2-3 ദിവസം വരെ നമുക്കിങ്ങനെ ക്ലീനായിട്ട് വെക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ തന്നെ പൂപ്പൽ കിട്ടുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഡ്രൈ ആക്കാൻ വെച്ചതിന് ശേഷം ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു ബോർഡിലുണ്ടായ പൂപ്പലൊക്കെ അവിടെ കൗണ്ടർ ടോപ്പിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം അവിടെ ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിതാ ചിമ്മിനി ഉണ്ടല്ലോ, അതിനുള്ളിൽ എന്തെങ്കിലും കച്ചറ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് അയച്ച് നോക്കലാണ്. ഇത് വെച്ചതിന് ശേഷം നമ്മളങ്ങനെ വലിയ കുക്കിംഗ് ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിലും നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യാണ്ട് വെച്ചുകൊണ്ട് എന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് പൊടി ഉണ്ടെങ്കിൽ കളയാമെന്ന് വിചാരിച്ചിട്ടാണ് അയച്ചു നോക്കിയത്. പക്ഷെ അങ്ങനെ പൊടിയും കച്ചറയും ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ എന്നാലും ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിമ്മിനിയെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് ഞാനിതാ ഇപ്പോൾ മുകളിൽ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇവിടെ ഇല്ലേ ഈ ബാൽക്കണിയിൽ സൺഷെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മഴ വരുന്ന സമയത്ത് ചാറ്റലടിച്ചിട്ട് ഇങ്ങനെ വെള്ളം വരും. അപ്പോൾ അത് ഞാൻ തുടച്ചെടുക്കലാണ്. പിന്നെ റൂമെല്ലാം ഒന്ന് അടിച്ചു വാരി തുടച്ച് കബോർഡെല്ലാം ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാനുണ്ട്.
മുകളിൽ ഞാൻ മൊത്തത്തിൽ അടിച്ചു വാരി തുടച്ചെടുത്തിട്ടുണ്ടായിന് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മുകളിലെ ബാത്റൂമും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിന്. പിന്നെ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന സമയത്തൊന്നും പിന്നെ ഷൂട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കുറേ ആയി പറയുന്നത് മഴയത്ത് കളിക്കാൻ വിടണമെന്ന്. അപ്പോൾ മഴയത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തന്നെയാണ് പണി കിട്ടൽ, പനി വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ റെയിൻ കോട്ട് ഇട്ടിട്ട് കളിച്ചോന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാളും മഴയത്ത് കളിക്കലാണ്. പിന്നെ ഉച്ചക്കേക്ക് ഗീ റൈസും ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിന് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ സോസേജും ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം കുളിച്ച് ഫ്രഷെല്ലായി വന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കലാണ്. ഇത് പിന്നെ വൈകുന്നേരം ആയപ്പോൾ കായഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴം സ്റ്റീം ചെയ്യാൻ വെക്കലാണ്. സ്റ്റീമെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ചൂടോടെ തന്നെ ഞാനിത് ഇങ്ങനെ ബീറ്റർ കൊണ്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കി അത് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ.